ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ഗണിതം 2025 വാർഷിക പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തിയ ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം അല്ലേ. സിമ്പിളായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എത്ര മാർക്ക് കിട്ടും എന്നുള്ളതും കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിത്രത്തിൽ PR എന്ന വരയെ 4 സമഭാഗങ്ങളാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ PR കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിയും അതേപോലെ ആറും എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട്. PQ അതേപോലെ QR-ൻ്റെ റേഷ്യോ എത്ര? സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. PQ എന്ന് പറയുന്നതല്ലേ, PQ ഇതാ, P എന്ന് പറയുന്നത് ഇവിടെയാണ്, Q എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വരെ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 3 ആക്കിയിട്ടുണ്ട്. ഇനി QR എന്ന് പറയുന്നത് എത്ര ഭാഗമാണ്? 1. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:3 എത്രയാണ്? 1 കേട്ടോ. PQ-ൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആയാൽ QR-ൻ്റെ നീളം എത്ര? PQ എന്ന് പറയുന്നതിൻ്റെ 6 അല്ലേ. അപ്പോൾ PQ എന്ന് പറയുന്നത് 6 ആണെങ്കിൽ 6-നെ നമുക്ക് 3ആയിട്ട് ഭാഗിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 2 വരും, ഇവിടെ 2 വരും. അപ്പോൾ ഇവിടെ എത്ര തന്നെയായിരിക്കും? സമഭാഗങ്ങളാണ് എന്ന് ഓൾറെഡി നമ്മളോട് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സമഭാഗങ്ങളാകുമ്പോൾ എല്ലായിടത്തും എത്ര തന്നെയായിരിക്കും വരുന്നത്? 2 തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിൻ്റെ പോകാം കേട്ടോ. 1/25-നെ ഛേദം 10-ൻ്റെ കൃതിയായ ഭിന്നസംഖ്യാരൂപത്തിലേക്ക് എഴുതുക. സിമ്പിളായിട്ട് എഴുതാം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 1/25 എന്ന് പറയുന്നത് എത്ര എഴുതിയാൽ മതി? 4/100 എന്ന് എഴുതിയാൽ മതി. എത്ര എഴുതിയാൽ മതി? 4/, എത്രയാണ്? 100 10-ൻ്റെ കൃതിയായിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 1/25-ൻ്റെ ദശാംശ രൂപം എഴുതുക. 1/25 ദശാംശ രൂപം എന്ന് പറയുന്നത് എത്രയാണ്? 0.04 ആണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോണ് 130 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്? 130 മറ്റ് 2 കോണുകൾ കണക്കാക്കുക. ഒന്ന് 130 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം മറ്റ് 2 കോണുകൾ എത്ര ഡിഗ്രി വീതമായിരിക്കും? മറ്റ് 2 കോണുകൾ 130-ൻ്റെ ബാക്കി എത്രയാണ്? 180-ൽ നിന്ന് എന്ത് കുറയ്ക്കുക? 130 കുറയ്ക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അപ്പോൾ 50/, എന്ത് ചെയ്താൽ മതി? 2. 50/2 എന്ന് പറയുന്നത് എത്രയാണ്? 25 അപ്പോൾ ബാക്കി കോണുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 25 കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോവേ. ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് 5 കൂട്ടിയപ്പോൾ, അത് സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ x എന്ന് എടുക്കുക. അതിൻ്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? 2x. അതിനോട് എത്ര കൂട്ടിയപ്പോൾ? 5 കൂട്ടിയപ്പോൾ എത്ര കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്? 21 കിട്ടി. 5 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 21 കിട്ടി. അപ്പോൾ 2x എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2x = എന്ത് ചെയ്യുക? 21-ൽ നിന്ന്, അപ്പോൾ 2x നമുക്ക് എന്ത് എഴുതാം? 21 - 5 എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് x കണ്ടുപിടിക്കണം. അപ്പോൾ 21-നെ 5-ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 16 ആണ്. 16/, എത്ര എഴുതാൽ മതി? 2. 16/2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ x എന്ന് പറയുന്നതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 8 ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവേ. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. വികരണത്തിൻ്റെ നീളം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സമചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. അത് സിമ്പിളായിട്ട് കണക്കാക്കുക കേട്ടോ. എന്താ? 10² എത്ര ചെയ്താൽ മതി? 2 ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 10-ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 100. 100/2 എത്ര കിട്ടും? 50 എന്ന് കിട്ടും കേട്ടോ. സിമ്പിളായിരുന്നു അല്ലേ. 50 സെൻറ്റിമീറ്റർ² എന്ന് എഴുതണം കേട്ടോ. ഇനി 6ാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. 6ാമത്തെ ക്വസ്റ്റിൻ എന്താ നോക്കിക്കേ. 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 6000 രൂപ നിക്ഷേപിച്ചു. വാർഷിക പലിശ നിരക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 12%. പാദവാർഷിക നിരക്ക് എത്രയായിരിക്കും? 12-ൻ്റെ 3 ഭാഗിച്ചാൽ മതി അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? 12-ൻ്റെ പാദവാർഷികമായിട്ട് 4ആയിട്ട് ഭാഗിക്കുക കേട്ടോ. അപ്പോൾ എത്രയായിരിക്കും ശതമാനം എന്ന് പറയുന്നത്? 3% ആയിരിക്കും. 12/4 ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എത്രയാണ്? 3%. അടുത്ത ബി ക്വസ്റ്റിനോട്ട് പോകും കേട്ടോ. ബി ക്വസ്റ്റൻ എന്താണ്? 6 മാസം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടും? സിമ്പിളായിട്ട് കാണാം അല്ലേ. അപ്പം നിങ്ങൾ ബി ക്വസ്റ്റൻ കണ്ടുപിടിക്കാൻ ആദ്യം നോക്കുക ഏത് ടൈപ്പ് പലിശയാണ് നോക്കുക. ഏത് ടൈപ്പ് പലിശയാണ്? കൂട്ടുപലിശയാണ് അല്ലേ. സോ കൂട്ടുപലിശയാകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? P1 + R / എത്രയാണ്? 100. പിന്നെന്താണ്? N ആയിരുന്നു അല്ലേ. അപ്പം നോക്കിക്കേ, P എന്ന് പറയുന്നത് എത്രയാണ്? P മീൻസ് ഇവിടെ സൈഡിൽ എഴുതാം കേട്ടോ. P എന്ന് പറയുന്നത് എത്രയാണ്? 6000 ആണ് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് R എന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 3%.
എൻ ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും 2 എന്നാണ് അല്ലേ. എൻ ഈസിക്കൽ എത്രയാണ് 2 ആണ്. ഇനി സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ. എങ്ങനെ ചെയ്യുന്നത്? പിക്ക് പകരം അവിടെ എത്ര എഴുതുക? 6000 എഴുതുക. നെക്സ്റ്റ് അടുത്ത എത്രയാണ് 1 എഴുതുക. 1 + 3 / എത്രയാണ് 100 ആണ് അല്ലേ. 3/100 റേസ് ടു എത്ര വരും? എത്രയാണ് 2. എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വരും 6000 × 103 / എത്രയാണ് 100 അല്ലേ. ഇത് നമ്മൾ 103 എന്ന് എഴുതും അല്ലേ. ഇൻറ്റു എത്രയാണ് 103/100. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ ആൻസർ പൂജ്യങ്ങളൊക്കെ ഇതാ ഈ പൂജ്യം ഈ പൂജ്യം ഇതാ ഇവിടെ ഈ പൂജ്യം ഈ പൂജ്യം ഇവിടെ നിന്ന് ഈ പൂജ്യം വിട്ടുക അല്ലേ. ഇനി ബാക്കി നമുക്ക് ചെയ്ത് വരുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 6365.4 എന്ന് കിട്ടും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ ABCD ഒരു ലംബകമാണ്. AB 8 സെൻറ്റിമീറ്റർ ആണ്. DC എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. സമാന്തര വരകൾ തമ്മിലുള്ള അകലം 5 സെൻറ്റിമീറ്റർ ആണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ രാവിലെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? ക്വസ്റ്റ്യൻ ലംബകത്തിൻ്റെ സമാന്തര വശങ്ങളുടെ തുക എത്രയാണ്? സമാന്തര വശം എന്ന് വെച്ചാൽ എന്താണ്? ഈ വശവും ഈ വശവും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ. ഒന്ന് 8 പറഞ്ഞിട്ടുണ്ട്, ഒന്ന് 4 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ സമാന്തര വശങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, ലംബകത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. എങ്ങനെ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ. ലംബകത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ലംബകത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതായിരുന്നു? ½ HA + B. ശരിയാണോ? ½ എഴുതുക. ½ × H എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഉയരം തന്നിട്ടുണ്ട് അല്ലേ, 5 ആണ്. പിന്നെ A + B എന്ന് വെച്ചാൽ എന്താണ്? 8ഉം ഇതാമോ ഈ കിടക്കുന്ന Aയും ഇത് Bയുമാണ് കേട്ടോ. 2 വശങ്ങളാക്കി എടുക്കുക. ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ മതി. രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമ്മൾ ഓൾറെഡി മുകളിൽ എഴുതിയിട്ടുണ്ട്. രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 12 ആണ് അല്ലേ. ഇനി അടുത്ത് എന്ത് ചെയ്താൽ മതി? നമ്മുടെ 12ഉം അതേപോലെ തന്നെ 12ഉം രണ്ടുകൂടെ വെട്ടുക. അപ്പോൾ എത്ര കിട്ടും? 6 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. x² - y² ഈസ് ഈക്വൽ ടു x + y അതേപോലെ x - y ആണ് കേട്ടോ. ഇനി x + y എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ട്? 10 ആണ്. x - y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടുകൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x² - y² കിട്ടൂലേ. അപ്പോൾ 10 × 8 ഈസ് ഈക്വൽ ടു എത്രയാണ്? 80 ആണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. തന്നിരിക്കുന്ന ഗണിതവാചകത്തിൻ്റെ ആശയം ഉപയോഗിച്ച് 51 × 49 ചെയ്യുക. സിമ്പിളാണ് കേട്ടോ. എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞേ. ഈ 51 നമുക്ക് ഇങ്ങനെ എഴുതാം, 50 + 1 എന്ന് എഴുതാം അല്ലേ. ഈ 49 നമുക്ക് എങ്ങനെ എഴുതാം? 50 - 1 എന്ന് എഴുതാം. ശരിയാണോ? ഓക്കെ, അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 50നെ 50 കൊണ്ട് ഗുണിക്കുന്നതിന് നമുക്ക് 50 സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. പ്ലസും മൈനസും വന്നുകൊണ്ട് ഇങ്ങോട്ട് മൈനസ് വരും. 1 × 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, 50ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. അതേപോലെ തന്നെ 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 50ൻ്റെ സ്ക്വയർ 100 അല്ല, 50ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 2500 ആണ് അല്ലേ. 2500 മൈനസ് എത്ര വരും? 1 എന്ന് വരും കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് 2499 എന്ന് ആൻസർ വരും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നേ. അടുത്ത് നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ തന്നിരിക്കുന്നു. ഇനി നമ്മളോട് ഇതിൻ്റെ സ്ഥിതി വിവര പട്ടിക ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം ഇത് നിങ്ങൾ ആവർത്തി പട്ടിക എഴുതിയായിരുന്നോ? എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഫസ്റ്റ് വൺ എത്രയാണ് കൊടുത്തേക്കുന്നത്? 28 ആണ്. അപ്പോൾ 28 എന്ന് പറഞ്ഞാൽ എവിടെ വരും? നമ്മുടെ 25 മുതൽ 30 വരെയുള്ള ഭാഗത്ത് വരും അല്ലേ. അപ്പോൾ ഇവിടെ മൊത്തം മിസ് എത്ര വരുന്നതെന്ന് പറയാം. ആദ്യത്തേൽ 2 എണ്ണമാണ് വരിക. നെക്സ്റ്റ് നമുക്ക് കുറേ ഇതാക്കണ്ടല്ലോ. അടുത്തേൽ മൊത്തം 5 എണ്ണം വരും കേട്ടോ. 5 എണ്ണം വരുവേ. നെക്സ്റ്റ് അടുത്തതിൽ 7 ആണ് വരിക. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എന്തായാലും ഇത് ചെക്ക് ചെയ്യാൻ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നെക്സ്റ്റ് അടുത്ത് 7 ആണ്. ലാസ്റ്റ് വണ്ണും ഇത്ര തന്നെയാണ്. ലാസ്റ്റ് വണ്ണ് 7 ഇല്ല, ലാസ്റ്റ് വണ്ണ് 4 വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എഴുതിയാൽ മതി. 2 5 7 7 5 4 എന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ. ഇതെന്തായാലും എഴുതാൻ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് വശങ്ങളുടെ എണ്ണം 10 ഒരു സമബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക കണക്കാക്കുക. വശങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 10 ആണ്. അപ്പോൾ എങ്ങനെയാണ് കോണുകളുടെ തുക കണക്കാക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? n-1 കോണുകളുടെ n-1 n-1 അല്ല n-2 അല്ലേ. ഇൻറ്റു എത്രയാണ്? 180 ആണ്. അപ്പോൾ എങ്ങനെ വരും? എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. അപ്പോൾ 10 - 2 പിന്നെ എന്താണ്? ഇൻറ്റു 180.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെയാണ് അല്ലേ. വശങ്ങളുടെ എണ്ണം 10 ആയ ഒരു സമബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കണക്കാക്കുക. ഏത് ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 ഇൻറ്റു എത്രയാണ് 180 ആയിരുന്നു അല്ലേ. ഓക്കെ, n എന്ന് പറയുന്നത് എത്രയാണ് 10 ആണ്. അപ്പോൾ 10 - 2 പിന്നെ എത്ര വരും 180 എന്ന് വരും കേട്ടോ. ഇത് ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 10 - 2 എന്ന് പറയുന്നത് എത്രയാണ് 8 ആണ്. 8 × 180 അല്ലേ. അപ്പോൾ 8 × 180 ചെയ്യുമ്പോൾ 1440 എന്നാണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. ഈ ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിൻ്റെ അളവ് എത്ര, അതെങ്ങനെ ചെയ്യുന്നത് 1440 എന്ത് ചെയ്താൽ മതി 10 ചെയ്താൽ മതി. മൊത്തം കോണുകളുടെ അളവെന്ന് പറയുന്നത് എത്രയാണ് 1440 ആണ്. അതിന് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വശങ്ങളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്, എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 0 0 വിട്ട് അപ്പോൾ എത്ര കിട്ടും 144 എന്ന് കിട്ടും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ചിത്രത്തിൽ എ ബി എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് AD ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. AD എത്ര സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ. ചിത്രത്തിൽ AB 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആണ്. AD എന്ന് പറയുന്നത് 2 ആണ്. AD എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് BD എത്ര. BD എന്ന് പറയുന്നത് ഇതാണ് BD എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ AB എന്ന് പറയുന്നത് മൊത്തം 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ഭാഗം 2 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് ഇത് 3 കേട്ടോ. ഇവിടെ 3 സെൻറ്റിമീറ്റർ എഴുതി കൊടുക്കുക. അടുത്തത് ADC BDC എന്നീ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എഴുതുക. അത് സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ആ വശങ്ങൾ എത്രയും നോക്കിയാൽ മതി. അപ്പോൾ 2 എത്രയാണ് വരിക 3 എന്നാണ് അതിൻ്റെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം വരിക കേട്ടോ. അടുത്ത ത്രികോണം ABCയുടെ പരപ്പളവ് 35 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ത്രികോണം ADCയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം കണക്കാക്കുക. സിമ്പിളായിട്ട് കണക്കാക്കുക അല്ലേ. അപ്പോൾ ABC എന്നാണ് പറഞ്ഞേക്കുന്നത്. വലിയ ഈ ഒരു ത്രികോണത്തിൻ്റെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പരപ്പളവ് 35 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അതിൻ്റെ മൊത്തം ABയുടെ മൊത്തം നീളം എന്ന് പറയുന്നത് എത്രയാണ് 5 അല്ലേ. സോ 5x = എത്ര എഴുതാം 35 എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാം. എങ്ങനെയാണ് 35/5 അല്ലേ. സോ എത്ര കിട്ടും 7 എന്ന് കിട്ടും കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതിക്കാം, ഇതിൽ ഏതിൻ്റെയാണ് ADC എന്ന് പറയുന്നതിൻ്റെ ADC അതിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് എഴുതുന്നത് 2x ആണല്ലേ. അപ്പോൾ 2x എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ് 7 ആണ്. അപ്പോൾ 2 × 7 എന്ന് വരും അല്ലേ. അപ്പോൾ 2 × 7 എന്ന് പറയുന്നത് എത്രയാണ് 14 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അളവുകൾ ചതുർഭുജം വരയ്ക്കുക. ഇത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ചതുർഭുജം വരച്ചാൽ മതി കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, എന്തായാലും നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അല്ലേ. നമ്മൾ ആദ്യം 7 സെൻറ്റിമീറ്റർ വരയ്ക്കുക. പിന്നെ നമ്മുടെ കോമ്പസ് എടുത്തിട്ട് 5 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കുക, 6 സെൻറ്റിമീറ്ററിൽ ആർക്ക് വരയ്ക്കുക. അത് സിമ്പിളായിട്ട് വരയ്ക്കുക. ഞാൻ പ്രത്യേകിച്ച് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും കിട്ടുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവേ. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 2, 3, 4 എന്ന അംശബന്ധത്തിലാണ്. ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക കാണുക. ഇതേപോലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓക്കെ, ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല. എത്രയാണ് നമുക്കറിയാം. ത്രികോണത്തിൻ്റെ എല്ലാ കോണുകളോട് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് 180. തന്നിരിക്കുന്ന ത്രികോണത്തിൻ്റെ 3 കോണുകൾ കണക്കാക്കുക. അത് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2, 3, 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് 9x ആണ് അല്ലേ. അപ്പം ഇത് നമുക്ക് 2x അതേപോലെ തന്നെ പ്ലസ് 3x പ്ലസ് 4x = എത്രയാണ് 180 ആണ് കേട്ടോ. ഈ x 2, 3, 4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് 9x. 9x = 180. ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് 180 എത്രയാണ് 9. സോ എത്ര വരും 20 എന്ന് വരും അല്ലേ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ 2x സ്ഥാനത്ത് 2 × 20 എന്ന് പറയുന്നത് എത്രയാണ് 40 എന്ന് വരും. അടുത്തത് 3x എന്നുള്ളത് 3 × 20 എത്ര വരുന്നത് 60 എന്ന് വരും. അടുത്തത് എത്രയാണ് 4x 4 × 20 എന്ന് പറയുന്നത് എത്രയാണ് 80 എന്ന് വരും കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയ ചിത്രത്തിൽ തന്നിരിക്കുന്ന സമഭുജ സാമാന്തര്യത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ്. ഒരു വികരണത്തിൻ്റെ നീളം 12 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണക്കാക്കുക. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ. ചിത്രത്തിൽ തന്നിരിക്കുന്ന സമഭുജ സാമാന്തരികം. അപ്പോൾ സമഭുജ സാമാന്തരികമാണ്. ചുറ്റളവ് 40 ആണ്. ഒരു വികരണത്തിൻ്റെ നീളം 12 ആണ്. സമഭുജ സാമാന്തര്യത്തിൻ്റെ വശത്തിൻ്റെ നീളം. ചുറ്റളവ് എന്ന് വെച്ചാൽ ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും എല്ലാം കൂടെ കൂട്ടുമ്പോൾ 40 കിട്ടണം. അപ്പോൾ 40 കിട്ടണമെങ്കിൽ ഓരോ വശം എത്ര വീതമായിരിക്കും 10 വീതമായിരിക്കും അല്ലേ. 10 10 10 10 അങ്ങനെ 4 പ്രാവശ്യം എഴുതി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും 40 എന്ന് കിട്ടും. അടുത്തത് രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം കണക്കാക്കുക. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു മട്ടത്രികോണമാണ് ശരിയല്ലേ. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ ഇത് മൊത്തം 12 ആണ്. സോ ഈ വശം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഈ
വശം ഓൾറെഡി എത്ര കിട്ടിയിട്ടുണ്ട്? 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 8 ആയിരിക്കും കേട്ടോ. നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 10 സ്ക്വയർ മൈനസ് എത്ര ചെയ്താൽ മതി? 6 സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100 100 മൈനസ് എത്ര വരും? 100 മൈനസ് 36 എന്ന് വരും അല്ലേ. അപ്പം എത്ര കിട്ടുന്നത്? റൂട്ട് ഓഫ്, ഇത് റൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര കിട്ടുന്നത്? റൂട്ട് ഓഫ് എത്ര കിട്ടും? റൂട്ട് ഓഫ് 64 എന്ന് കിട്ടും. 64 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് കേട്ടോ. അപ്പോൾ അവിടെ എത്ര കിട്ടും? 8. 10ഉം 6ഉം ആണെങ്കിൽ 1 6ഉം 8ഉം ആണെങ്കിൽ മറ്റേ 10 ആയിരിക്കും. ഓക്കെ, 10ഉം 8ഉം ആണെങ്കിൽ മറ്റേ 6 ആയിരിക്കും. അങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സാധാരണയായിട്ട് പഠിപ്പിക്കലുണ്ട് കേട്ടോ. ഇനി അടുത്ത് നോക്കിയാലോ, രണ്ടാമത്തെ വികരണത്തിന് നീളം. അപ്പോൾ ഇത് 8 ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? വികരണം എന്ന് പറയുന്നത് ഇതല്ലേ, ഇത് മൊത്തം അല്ലേ വികരണം എന്ന് പറയുന്നത്? 8ഉം 8ഉം വീതമായിരിക്കും അല്ലേ. അപ്പോൾ 8 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ് കേട്ടോ അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അടുത്ത ഇതിൻ്റെ എന്ത് കണക്കാക്കാനാണ്? പരപ്പളവ് കണക്കാക്കാൻ. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. പരപ്പളവ് കണക്കാക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ½ × d1 + d1 × എന്താണ്? d2 ആണ് അല്ലേ. അപ്പോൾ എഴുതാം കേട്ടോ. ½ d1 d2 ആണ് കേട്ടോ. ½ × d1 എന്ന് പറയുന്നത് ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? ഒരു വികരണം എന്ന് പറയുന്നത് 12 ആണ്. മറ്റേ വികരണം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. അപ്പം മൊത്തം ചെയ്യുമ്പോൾ 12നെ 16 കൊണ്ട് ഗുണിച്ചിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 96 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോവേ. അടുത്തത് എന്താണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മിസ് ലാസ്റ്റ് ഇതിൻ്റെ പിക്ചർ വരച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വരയ്ക്കാനാണ്. അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് വരച്ചിട്ടാൽ മതി കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെന്ന് മിസ് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ ഇതെങ്ങനെയാണ് വരച്ച് കാണിക്കണോ? ജസ്റ്റ് ഒരു റഫ് മിസ് കാണിക്കാം. 7 വശത്തിൻ്റെ നീളം 7ഉം 6ഉം 5ഉം ആണ് അല്ലേ. അപ്പോൾ ആദ്യം 7 വരയ്ക്കുക, പിന്നെ അടുത്ത് എത്ര വരയ്ക്കുക? 5 വരയ്ക്കുക, പിന്നെ അടുത്ത് എത്ര വരയ്ക്കേണ്ടത്? അതേപോലെ 6ഉം വരയ്ക്കുക കേട്ടോ. ഓരോന്നിൻ്റെയും വശത്തിൻ്റെ നീളം എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് ഈ വശം വെച്ചിട്ട് ഇങ്ങോട്ടൊരു ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെയും ഇങ്ങോട്ടും ആർക്ക് വരയ്ക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്താണ്? ഇത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇത് എടുത്തിട്ട് ജസ്റ്റ് ഒരു പരിവൃത്തം എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ. അടുത്തത് നോക്കാം അല്ലേ. ചിത്രത്തിൽ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? 6 × 3 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 6 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും കേട്ടോ. ഇനി അടുത്തത് ഒരു വശം 7 സെൻറ്റിമീറ്ററിന് പരപ്പളവ് 35 സെൻറ്റിമീറ്ററുമായ സാമാന്തരികം നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് വരച്ചാൽ മതി. കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് തന്നിരിക്കുന്ന വാചകങ്ങളിലെ ഗണിതാശയം മനസ്സിലാക്കിയിട്ട് ബാക്കി കണ്ടിന്യൂസ് ചെയ്യാനാണ് കേട്ടോ. ഇതും നമ്മൾ അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. അപ്പം ഇവിടെ എങ്ങനെ വരും? ബാക്കി എങ്ങനെ വരും എന്ന് പറഞ്ഞേ. ഇവിടെ വന്നേക്കുന്ന 1ഉം 2ഉം, പിന്നെ 2ഉം 3ഉം, പിന്നെ 3ഉം 4ഉം ആണ് അല്ലേ. അപ്പോൾ അടുത്ത് എത്ര വരിക? 4 സ്ക്വയർ പ്ലസ് എത്ര വരും? 5 സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പം 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 9 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എത്രയാണ്? 4 × 5 കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. പാറ്റേൺ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വരുന്നത് 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 കിട്ടുന്നു. 3ൻ്റെ സ്ക്വയർ, പിന്നെ 2 അഡീഷണൽ ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇവിടെ എഴുതിയ സെയിം സംഖ്യകൾ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു കേട്ടോ. അങ്ങനെ ഇത് പാറ്റേൺ എഴുതി പോകാൻ അടുത്ത വരി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത വരിയാണ് എ എന്ന് പറയുന്നത്. 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 സ്ക്വയർ മൈനസ് 2 × 4 × 5 ആണ് കേട്ടോ. അടുത്ത എത്ര വരും എന്ന് പറഞ്ഞേ? 7 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ അല്ലേ. അപ്പോൾ എത്രയാണ്? അതങ്ങനെ വരും? 15 - 2 എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം 7 × 8 അവിടെ അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ പാറ്റേണിൻ്റെ 20ാമത്തെ വരി എഴുതുക. സിമ്പിളാണല്ലേ. 20ാമത്തെ വരി എങ്ങനെയാണ് വരുന്നത്? 20 സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ, പിന്നെ എത്ര വരും? 41 സ്ക്വയർ മൈനസ് 2 × 20 × 21 എന്ന് വരും കേട്ടോ. അടുത്തത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അതെങ്ങനെ വരിക? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2 × AB എന്നാണ് വരിക കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നേ. ഇനി ഈ പാറ്റേൺ മിസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയായിരുന്നു ഈ പാറ്റേൺ ഉണ്ടായിരുന്നത്, ഇതെങ്ങനെയാണ് വരച്ചതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ 15ാമത്തെ ആൻസർ ഏകദേശം ഈ ഒരു വിധത്തിൽ വരും കേട്ടോ. ആളുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്, അതേപോലെ വയസ്സ് അല്ലേ. അപ്പോൾ ഏകദേശം ഈ ഒരു വിധത്തിലാണ് അതെന്ത് ചെയ്യേണ്ടത്?
നെക്സ്റ്റ് അടുത്തത് നമ്മുടെ 18ാമത്തെ കേട്ടോ. 18ാമത്തത് ഇതാ ഏകദേശം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. 7ഉം 6 സെൻറ്റിമീറ്ററും 5ഉം അതേപോലെ വെച്ചിട്ട് നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അത് ഏകദേശം ഈ ഒരു രീതിയിലാണ് വരിക കേട്ടോ. ഓക്കെ.